ഉപയോഗമുള്ള മാനപാത്രം. 2 തിമോഥെയോസ് 2-ാം 21 ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവഭവനത്തിൽ നാം എല്ലാവരും പാത്രങ്ങളാണ്. എന്നാൽ നാം യജമാനനായ ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മാനപാത്രമാകുവാനുള്ള ആദ്യ പടി ശുദ്ധീകരണമാണ്. ഏറ്റവും ശുദ്ധിയുള്ള ഒരു പാത്രത്തെ മാത്രമേ ഏറ്റവും നല്ലൊരു കാര്യത്തിന് ഉപയോഗിപ്പാൻ കഴിയുകയുള്ളൂ. വിശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങൾ എന്നത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ട പാത്രമാണ് മാനപാത്രം. ഏറ്റവും മാന്യതയേറിയ കാര്യത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് മാനപാത്രങ്ങൾ. ഒരുവൻ സ്വയം വെടിപ്പാക്കിയാൽ മാത്രമേ ഒരു മാനപാത്രമാകുവാൻ കഴിയുകയുള്ളൂ. മാനപാത്രങ്ങൾ ഉടമസ്ഥന് ഉപയോഗമുള്ളതായിരിക്കും, നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നതായിരിക്കും. ഉപയോഗമില്ലാത്ത ജീവിതം കർത്താവ് അംഗീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സ്വയം ശോധന ചെയ്ത് കുറവുകൾ പരിഹരിക്കുന്നവരാണ് ദൈവം ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്ന മാനപാത്രങ്ങൾ. ദൈവത്തിന് വലിയ കഴിവുള്ളവരെക്കാൾ ശുദ്ധഹൃദയമുള്ള മാനപാത്രങ്ങളെയാണ് ആവശ്യം.